വനവാസത്തിന് പോകാൻ പോകുന്ന വി.ഡി. സതീശൻ ഇനിയിപ്പോൾ UDF ജയിച്ചാലും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ പോകുന്നില്ല, 100+ ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ സതീശൻ വനവാസത്തിന് പോകുമ്പോൾ ദയവ് ചെയ്ത് ഈ കേരളത്തിന് വേണ്ടി ഒരു സഹായം കൂടി ചെയ്യണം. ഒരു ഐറ്റത്തിനെയും കൂടി ആ വനത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി ഈ നാടിനൊന്ന് സമാധാനം കൊണ്ടുവരണം. ആരാണെന്നല്ലേ, ആളെ കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് ഇന്നിപ്പോൾ ഉച്ചഭ്രാന്തളവാനുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാം. കാര്യം രാജാവിനെ പോലെ അല്ലെങ്കിൽ കടന്നൽ രാജയായിട്ട് ജീവിച്ചൊരു മനുഷ്യന് പൊടുന്നനെ ഒരു അവിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പൊടുന്നനെ വീണ്ടും നെട്ടൊന്നുകൂടെ ലൂസാകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഉണ്ടാകാൻ കാരണം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനൽ രാവിലെ സർവേ ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ട് എന്താണ് നിലവിൽ ബേപ്പൂരിലെ അവസ്ഥയെന്ന് ചോദിച്ചു. ബേപ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അങ്ങനെ റിയാസ് ഫുൾ കോൺഫിഡൻസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നിടത്ത് അതിന് ഇല്ല എന്നൊരു ഉദാഹരണം കൂടി പറഞ്ഞതാണ് മറ്റേ കേസിന് ഉടനടി കൊണ്ടളവിയത്. അപ്പോൾ റിയാസിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സ്ഥാനാർത്ഥിയായ അന്ന് പറഞ്ഞു വരുന്നൊരു കാര്യമാണ് LDFന് ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ട് 82,000 ബേപ്പൂരിൽ മറികടക്കും. ബേപ്പൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഡോക്ടർ അരുണിന് അറിയാം. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭൂരിപക്ഷം വോട്ടർമാരുള്ള മണ്ഡലമാണ്. കേരളത്തിൽ അങ്ങനെയുള്ള മണ്ഡലം ഡോക്ടർ അരുൺ പരിശോധിച്ച് കാണും, ഒരു 14 മണ്ഡലമാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾ മെജോറിറ്റി ആയിട്ടുള്ളൊരു മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വോട്ടെണ്ണുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറയുന്നു സർവകാല റെക്കോർഡ് വോട്ടായ 82,000 മറികടക്കും. അപ്പോൾ എന്ത് കൺസോൾട്ടേഷനാണുള്ളത്? എങ്ങനെയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക? കർണാടകയിൽ നമ്മൾ കാണുന്നില്ലേ ബുൾഡോസർ രാജ്. മതനിരപേക്ഷത കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ തന്നെ കേരളത്തിൽ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ. അപ്പോൾ എന്ത് കൺസോൾട്ടേഷൻ എന്നാണ് ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ബേപ്പൂർ ഉൾപ്പെടെ അത് ബാധിക്കണ്ടേ? അവിടുത്തെ LDF സ്ഥാനാർത്ഥിയാണ് പറയുന്നത് സർവകാല റെക്കോർഡ് വോട്ട് 50% മുസ്ലിം ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത ഒരു മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വോട്ടെണ്ണുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറയുന്നു 2021 ലഭിച്ച സർവകാല റെക്കോർഡ് വോട്ടായ 82,000 മറികടക്കും, മികച്ച വിജയം നേടും. ഈ ആത്മവിശ്വാസം ജനങ്ങളുമായി ഞങ്ങൾ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ്. കണ്ടല്ലോ, ഇത് പ്രതികരണത്തിൽ കേട്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നും. ബേപ്പൂരിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം കഴിഞ്ഞ തവണ 82,000 വോട്ട് ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹത്തെ സർവേകളെല്ലാം കൂടി തോപ്പിച്ചപ്പോൾ 82,000 വോട്ട് അദ്ദേഹത്തിന് ബേപ്പൂരുകാർ നൽകി വമ്പൻ ഭൂരിപക്ഷത്തെ ഏകദേശം 30,000-ലേറെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയച്ചു. ഇങ്ങനെ മനോരമ ഉൾപ്പെടെ തോൽപ്പിച്ച് കൈ കൊടുത്ത റിയാസാണ് പിന്നീട് PWD മിനിസ്റ്ററായ. അങ്ങനെയുള്ള റിയാസ് ഇത്തവണ എന്താണ് ബേപ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പറഞ്ഞത്. അത് കേട്ടത് ചങ്ങലക്കിട്ടിരുന്ന ഐറ്റം ഉടനെ കുടഞ്ഞ് എണീക്കുകയായിരുന്നു. എണീറ്റിട്ട് പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് കേൾക്കണം. ഞാനെന്ന് നിങ്ങളോട് മുഹമ്മദ് റിയാസിനെ ഇത്രയും കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്, വെല്ലുവിളിക്കുകയാണ്. 65,000 അല്ലേ? അപ്പോൾ എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെൻറ്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാൽ പോരാ. അപ്പോൾ ഈ ആളുകളോട് ഈ പറഞ്ഞു വരുന്ന എന്താ പറയുക, അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഞാൻ റെഡിയാണ്. എവിടെയാണ് റെഡി? കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എഴുതി ഒപ്പിടാം. വെറുതെ പറഞ്ഞു പോവില്ല. മൊട്ടയടിക്കുക മാത്രമല്ല, കമ്മലിടും. കമ്മൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. മൊട്ടയടിച്ചാൽ മതി. തയ്യാറുണ്ടോ? ഇന്ന് രാവിലെ ഇപ്പോൾ ഇരുന്നിട്ട് എന്താ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്താ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? കള്ളക്കണ്ണീരൊഴുക്കിയത് ഞാൻ വ്യക്തിഹത്യ നടത്തുക. എന്ത് വ്യക്തിഹത്യ? ഞാൻ ആകെ പറഞ്ഞത് ഈ മരുമോനിസത്തിൻ്റെ കാര്യമാണ്. മരുമോനിസം എന്ന വാക്കിനെയാണ് അദ്ദേഹം ഈ വ്യക്തിഹത്യ എന്ന് പറഞ്ഞത്.
നമ്മളതിനെ കൗണ്ടർ ചെയ്ത് നമ്മൾ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒന്നിനും മറുപടിയില്ല. എന്നിട്ട് ഇപ്പം ഇരുന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് UDFൻ്റെ സംസ്ഥാന നേതാക്കൾ പിരിവ് നടത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര മോശപ്പെട്ട പ്രസ്താവനയാണ്. ഒരു തവണയല്ല, ആവർത്തിക്കുകയാണ്. ഇന്ന് രാവിലെ കൂടി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ UDF ലീഡർഷിപ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആളുകളെ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിടുങ്ങുന്നവരാണ് UDF ലീഡർഷിപ്പ് എന്ന് അദ്ദേഹം ഒരു തവണയിൽ ആവർത്തിച്ച് പറയാണ്. അപ്പോൾ ആരാണ് വ്യക്തിഹത്യ നടത്തുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണല്ലോ, മന്ത്രിസഭ നിലവിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ സെക്രട്ടറിയായ ബിജു പ്രഭാകർ IAS, ഈ പറയുന്ന PWD അന്നത്തെ സെക്രട്ടറി, അദ്ദേഹം 3 ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടതാണല്ലോ. ഒരൊറ്റ വർക്കിൽ 65 കോടി റുപ്യ കൊള്ളയടിക്കപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി. തലമുട്ടയടിച്ച് 2 കാതിലും കമ്മലിട്ട്, എന്തിനെന്നാണ് അറിയുന്നത് വയ്യാത്ത 2 കാതിലും കമ്മൽ, പറ്റുമെങ്കിൽ ചെമ്പരത്തി പൂ കൂടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്നാണ്. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അവിടെ നിൽക്കേണ്ട, എല്ലാ ട്രെയിനിലും കയറി ആ നാടങ്ങ് വിട്ടു പോയാൽ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവും. പിന്നെ ഇത് കേട്ടവർക്ക് ഈ 4-ാം തീയതി വരെ നമുക്ക് എന്തും പറയാമല്ലോ. അദ്ദേഹം നിലമ്പൂർ ജയിക്കും എന്ന് പറഞ്ഞ് നിലമ്പൂർ ജയിച്ചല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നീട് അദ്ദേഹം പൊന്നാനി ജയിക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞതും കൃത്യമായി പാലിച്ചിട്ടുള്ളത് കൊണ്ടും വാക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എളുപ്പത്തിൽ മാറ്റാനുള്ള ഒരു സാധനമാണെന്ന് കേരള രാഷ്ട്രീയത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോട്ടയത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ പൂഞ്ഞാറ് മാത്രമല്ല ഒരു ജോർജ് ഉള്ളത്, നിലമ്പൂറുകാർ കൂടി ഒരു ജോർജ് ഉണ്ടെന്ന്. അതാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ നിലമ്പൂർ ജോർജിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ, കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ആരെയൊക്കെ സഹിക്കേണ്ടിയിരിക്കുന്നു. ഒരാളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ റിയാസിനെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് തോന്നുന്നുണ്ട്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മാടമ്പള്ളിയിലെ മനോരോഗികളെ എല്ലാം സഹിക്കേണ്ട ഉത്തരവാദിത്തം കേരളീയർക്കുണ്ട്. നിങ്ങളോട് തരാനുള്ള ഉപദേശം എല്ലാം പിടിവിടാതെ നിങ്ങൾ കാണേണ്ടതാണ്, നേരിടേണ്ടതാണ്. ഇവർക്കൊക്കെയാണ് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങളെയും ഒരു കാലത്തും പടച്ചോന് പോലും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും റിയാസ് പറഞ്ഞ സ്പെസിഫിക് പോയിന്റ് വെച്ചിട്ട് ഹാലിളകാത്തവർക്ക് കൂടി ഹാലിളകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ റിയാസിന് പറയാൻ അവകാശമുണ്ട്. കഴിഞ്ഞ തവണ സർവേകൾ തോപ്പിച്ച് വീട്ടിലിരുത്തിയെടുത്ത് അദ്ദേഹം ജയിച്ച് മന്ത്രിയായെടുത്ത് ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്നതിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ മനോഹരമായ ഒരു വ്യക്തിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചില ഉച്ചഭ്രാന്തുകളൊക്കെ ഇളവിയതും. ആ ഉച്ചഭ്രാന്തുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാനെങ്കിലും റിയാസ് ഒരു മനുഷ്യന് അനുമതി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ആ പ്രതികരണം കൊണ്ട് അല്ലെങ്കിൽ കാണുമ്പോൾ പറയാനുള്ളത്. ചിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?